അടിപൊളിയായിട്ടുണ്ട്. അച്ഛൻ കഥാപാത്രം ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് എൻജോയ് ചെയ്തൊരു ക്യാരക്ടറാണ്. ഭയങ്കര രസമായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു അച്ഛൻ. മൊത്തത്തിൽ ഇങ്ങനെ ഒരു നല്ലൊരു പരിപാടിയുടെ ഭാഗമാകുന്നതിനുള്ള സന്തോഷമാണ്. നമ്മുടെ നന്നായോ ഇല്ല എന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറത്ത് നന്നാവണം. അതിൻ്റെ അപ്പുറത്ത് നമ്മളൊരു നല്ല സിനിമയുടെ ഒരു ടീമിൻ്റെ കൂടെ കൂടാൻ പറ്റുമല്ലോ, അതാണ് ഹാപ്പിനെസ്. പിന്നെ പണം ഇതിലെല്ലാം എൻ്റർടൈൻമെൻ്റാണ്. വേറെ ലെവലിൽ പോയി. കോമഡി പടം ഫാമിലിയായിട്ട് കാണാം. കോമഡി തന്നെയാണ്. അടിപൊളി പടം. പടം തുടങ്ങിയപ്പോൾ തൊട്ട് ലാസ്റ്റ് വരെ കോമഡിയാണ്. സാധാരണ നമ്മൾ ഫഹദിൻ്റെ ഫിലിംസൊക്കെ കണ്ടിരിക്കുന്നത് എപ്പോഴും സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് പടം തുടങ്ങി ലാസ്റ്റ് എൻഡ് വരെ ഈ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ചിരിച്ചിരിച്ച് ആവശ്യമായി സത്യമാണ്. ഇത് സിനിമ കാണുമ്പോഴത്തേക്കൊക്കെ മനസ്സിലാവും. ഒരു രക്ഷയില്ല. ഫഹദ് ഇത്രയും ഫുള്ളായിട്ട് ഇത്രയും കോമഡി ആയിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു രക്ഷയില്ല. അടിപൊളി പടം. ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല. നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓടും. എന്ത് ടൈപ്പ് പടമാണ് ഇത്? ആക്ച്വലി ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല മൂവിയാണ്. ഒരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്. ലാൽ സാറിൻ്റെ ഭയങ്കര കോമഡി വല്ലാണ്ട് വർക്കൗടെ. ത്രൂ ഔട്ട് കോമഡിയാണോ? ത്രൂ ഔട്ട് കോമഡി അല്ലെങ്കിലും ലൈക്ക് എന്താ പറയുക, ലാൽ വരുന്ന സ്ഥലത്ത് ഫുൾ കോമഡിയാണ്. ഭയങ്കര രസമാണ്. ഭാവം അടിപൊളിയാണ്. ഭാവം കല്യാണത്തിൽ അവിടെ കോമ്പോ എങ്ങനെ വർക്കാവും? കോമ്പോ വർക്കായി കല്യാണി പാപ്പ കല്യാണി കോമ്പോയും നമുക്ക് നമ്മൾ പണത്തിൻ്റെ ഷൂട്ടിങ് കുഴപ്പമില്ല. പിന്നെ ഈ സിനിമയുടെ ഷൂട്ടിങ് ഷൂട്ടിംഗ് കാണാൻ അവസരം ഉണ്ടായിരുന്നു. പടങ്ങൾ കണ്ടപ്പോൾ നല്ല രീതിയിൽ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് സ്റ്റോറി കേട്ടത് നല്ല രസമാണ്. പ്രേക്ഷകരോട് കണ്ടപ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് കൂടെ എൻജോയ് ചെയ്തുണ്ട്. പ്രതീക്ഷ പോലുള്ള ഒരു എക്സൈറ്റ്മെന്റും തീർച്ചയായിട്ടും ഇത് ഓണം പീസായിട്ട് കൂടെ